ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന പലരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ബ്രോ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ പ്രോഫിറ്റും ഇത്രയും കോയിൻ ബാലൻസ് ഒരുമിച്ച് കീപ്പ് ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയും കോയിൻ ബാലൻസ് ബാക്കി വെച്ചിരിക്കുന്നത്? അതും കൂടി പ്രോഫിറ്റിലേക്ക് കൂട്ടിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോ. മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ കുറഞ്ഞ കോയിൻസ് ചിലവാക്കിക്കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കൂട്ടാം. അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് പ്രോഫിറ്റ് കൂട്ടാതെ ഇത്രയും കൂടുതൽ കോയിൻസ് ബാലൻസിൽ വെച്ചിരിക്കുന്നു, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഇൻക്രീസിങ് സ്ട്രാറ്റജി എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൃത്യസമയത്ത് ആദ്യം അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. എൻ്റെ സ്ട്രാറ്റജി നോക്കുന്നതിന് മുമ്പ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഒരൊറ്റ പ്രൊജക്റ്റിലേക്ക് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഹാംസ്റ്റർ കോമ്പാറ്റ് ആയിക്കോട്ടെ, ടാപ്സാപ്പ് ആയിക്കോട്ടെ, മീംഫ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ഏതാണോ മൈൻ ചെയ്യുന്നത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ടൈം കൊടുക്കാതിരിക്കുക. നല്ല ജെനുവിൻ ആയിട്ടുള്ള നല്ല ബാക്കപ്പ് ഉള്ള അതുപോലെ തന്നെ നല്ല കമ്പനീസ് ഫണ്ടിങ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറുക. എന്നിട്ട് നിങ്ങൾ എയർ ഡ്രോപ്പിൽ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം എല്ലാ പ്രോജക്റ്റിലേക്കും നിങ്ങളുടെ ടൈം ഈക്വലി ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പ്രൊജക്റ്റിലേക്ക് മാത്രം നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ വലിയ റിഗ്രറ്റിലേക്കായിരിക്കും പോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ എയർ ഡ്രോപ്പ് കിട്ടാത്ത അവസ്ഥ വരെ വരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം നോക്കിയിരുന്നാൽ ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ വലിയൊരു റിഗ്രറ്റും വലിയൊരു ടൈം നഷ്ടവുമായിരിക്കും വരിക. ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല പ്രൊജക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജോയിൻ ചെയ്യുക. എല്ലാ പ്രൊജക്റ്റിലേക്കും നിങ്ങളുടെ സമയം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാലും ബാക്കിയുള്ള പ്രൊജക്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടുണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സേവിങ് എന്നുള്ളതിൽ മാത്രമല്ല കാര്യം, എങ്ങനെ എത്ര കോയിൻസ് ഉണ്ടാക്കുന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, എങ്ങനെ കോയിൻസ് ചിലവാക്കാതിരിക്കാം. അതാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ കുറഞ്ഞ കോയിൻസ് ചിലവാക്കിക്കൊണ്ട് പ്രോഫിറ്റ് കൂട്ടാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, കുറഞ്ഞ കോയിൻസ് എൻ്റെ ഇത് പോകാൻ പാടുള്ളൂ, എന്നാൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. എൻ്റെ ലോഡിലെ റാങ്ക് നോക്കുകയാണെങ്കിൽ 5262 ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു 5000-നുള്ളിലേക്ക് ഈസി ആയിട്ട് വരാം ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്താലും. ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മൈനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സെക്ഷൻസ് 2 മാത്രമാണ് കൂടുതലായിട്ട്. എൻ്റെ എല്ലാ കാർഡ്സും ലെവൽ 15 മേലെയാണ്. അതിൻ്റെ കാരണം ഡെയിലി കോംബോ തന്നെയാണ്. ഡെയിലി കോംബോ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയും നമ്മളുടെ ഈ ഒരു ഡെയിലി സ്ട്രീക്ക് എന്നും ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുന്ന സ്ട്രീക്ക് പോകാതിരിക്കാനും വേണ്ടി ഞാൻ ഡെയിലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ കാർഡിൻ്റെ ലെവലൊക്കെ കൂടിപ്പോയത് എല്ലാത്തത്. പക്ഷേ ഞാൻ മെയിനായിട്ട് പ്രോഫിറ്റിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്ന 2 സെക്ഷൻസാണ്, ലീഗലും അതുപോലെ തന്നെ സ്പെഷ്യലും. ഈ ഒരു 2 സെക്ഷൻസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ കോയിൻസ് ചിലവിൽ കൂടുതൽ പ്രോഫിറ്റ് തരിക. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പഴയ കാർഡ്സിലേക്ക് അധികം ഞാൻ ചിലവാക്കില്ല. കാരണം ഒരു കാർഡ് ലെവൽ 15 എത്തിയിട്ട് പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. 15 ലെവലിൻ്റെ മേലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ കാർഡ് യൂസ്ലെസ് ആണ്, നമുക്ക് വേർത്തല്ല. കാരണം നമ്മൾ കൊടുത്ത കോയിൻസ് പോലും നമുക്ക് തിരിച്ച് പ്രോഫിറ്റിലേക്ക് ആഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ഞാൻ ഈ കോയിൻസ് എന്തിന് സേവ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരമാണ് പുതിയ കാർഡ്സ് വരുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ബില്യൺ കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 3 days ആയിട്ട് അടുപ്പിച്ച് പുതിയ കാർഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വന്നാണ് ഈ CX ഹബ് ഇസ്താംബുൾ, അതുപോലെ തന്നെ സ്പോർട്സ് ഇൻ്റഗ്രേഷനൊക്കെ. ഈ കാർഡുകളൊക്കെ ഭയങ്കര പ്രോഫിറ്റാണ് ബാക്കിയുള്ള കാർഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നമുക്ക് ഡെയിലി കൊടുക്കുന്ന, ഇപ്പോൾ ഞാൻ 1.5 മില്യൺ കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കൂടാൻ പോകുന്ന 6K ആണ്. ഓക്കെ, ഞാനിപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാണ്. നേരെ മറിച്ച് ഞാൻ പഴയ ഒരു കാർഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ടോൺ പ്ലസ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുന്ന കാർഡിന് 23 മില്യൺ കൊടുക്കണം. ലെവൽ 10 ആയിട്ടുള്ളൂ. 23 മില്യൺ കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വെറും 9K ആണ്. നേരെ മറിച്ച് നമ്മളുടെ CX ഹബ് ഇസ്താംബുളിന് 1 മില്യൺ കൊടുത്താൽ തന്നെ എനിക്ക് 5K കിട്ടി. അപ്പോൾ ഇവിടെ ഒരു 3 മില്യൺ ചിലവാക്കിയാൽ എനിക്ക് അവിടെ കണ്ട 9K കിട്ടും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ കോയിൻ സേവ് ചെയ്യുന്നത് പുതിയ കാർഡുകൾ വരുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എന്താക്കും, ഒരു കാർഡ് ലെവൽ 15 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യില്ല. ഇപ്പോൾ ഇതെല്ലാം ലെവൽ 14 എത്തി, ഞാനിത് ഒരു പ്രാവശ്യം കൂടി ഈ കാർഡ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. ലെവൽ 15 എത്തിയാൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഈ 3 കാർഡുകൾ ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഈ 3 കാർഡുകളും ഇനി ഞാൻ അപ്ഗ്രേഡ് ചെയ്യില്ല, ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു. ലെവൽ 15 എന്ന് പറയുന്നത് ഒരു മാർക്കല്ല. കാരണം ഈ പ്രീ മാർക്കറ്റ് ലോഞ്ചൊക്കെ ഇനി നഷ്ടമാണ്. കാരണം 23 മില്യൺ കൊടുത്താൽ 13K കിട്ടുള്ളൂ, 14K കിട്ടുള്ളൂ. ഇനി പുതിയ കാർഡ്സ് ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും പഴയ കാർഡ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എല്ലാ കാർഡ്സിൻ്റെ ലെവൽസ് എത്രയെന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പോലെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ലോഡ് എത്തിക്കഴിഞ്ഞാലും ഞാൻ സേവ് ചെയ്യാണ്. കാരണം ഇതുപോലുള്ള പുതിയ കാർഡ്സ് വന്നാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോഫിറ്റ് ഇടാൻ പറ്റും. നമ്മൾ ആ പഴയ കാർഡ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത സെയിം എമൗണ്ട് ഓഫ് കോയിൻസ് നമ്മൾ പുതിയ കാർഡ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ 3x 4x പ്രോഫിറ്റ് കൂടിയാണ്. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് ആണോ അല്ലേ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഈ തുർക്കിയിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് 6 മില്യൺ കൊടുത്താൽ 6K കിട്ടും ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് 6 മില്യൺ കൊടുത്താൽ 6K എനിക്ക് കിട്ടും പ്രോഫിറ്റായിട്ട്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ സെക്ഷനിലും പോയി തപ്പും. 6 മില്യൺ കൊടുത്താൽ 6Kനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഏതെങ്കിലും കാർഡ് എനിക്ക് അവൈലബിൾ ആണോ? ഇപ്പോൾ ഇവിടെ നോക്കാം.
നമുക്ക് വേറൊരു കാർഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 4 മില്യൺ കൊടുത്താൽ എനിക്ക് കിട്ടുന്ന 200 മാത്രമാണ്, വെറും 295 കോയിൻസ് പ്രോഫിറ്റിലേക്ക്. അപ്പോൾ എനിക്ക് 6 മില്യൺ കൊടുത്താൽ 6K തരുന്ന വേറെ ഏതെങ്കിലും കാർഡുകളുണ്ടോ നമ്മളിവിടെ ഇങ്ങനെ തപ്പുക, എല്ലാ സെക്ഷനിലും പോയി നോക്കുക. ഇപ്പോൾ 6 മില്യൺ കൊടുത്തു, അപ്പോൾ കണ്ടോ ആ സെയിം 6.4 മില്യൺ, ഒരു 4 ലക്ഷം കൂടി കൂടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ തന്നെ എത്ര കൂടി നോക്കൂ, 6Kയിൽ നിന്നും 13Kയിലേക്ക് ഓൾമോസ്റ്റ് ഡബിൾ പ്രോഫിറ്റാണ് എനിക്ക് ഈ ഒരു കാർഡ് തരിക 6 മില്യൺ കൊടുത്താൽ. അപ്പോൾ ഞാൻ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ തുർക്കി ചെയ്യുന്നതിലും എന്തുകൊണ്ടും ഒരു 2x ബെറ്ററാണ് ഈ ഒരു ലൈസൻസ് ഫിലിപ്പീൻസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കാർഡ് പ്രോഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു കാർഡ് തുറന്നു നോക്കുക, ഇപ്പോൾ 8 മില്യൻ്റെ കാർഡ് തുറന്നു നോക്കി, ഇതിൽ 8 മില്യൺ കൊടുത്താൽ എനിക്ക് 11K കിട്ടുമെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ 8 മില്യൺ കൊടുത്താൽ 11Kക്ക് മേലെ കിട്ടുന്ന ഏതെങ്കിലും കാർഡുകളുണ്ടോ നോക്കുക. അപ്പോൾ 7.19 ഇന്ത്യ കൊടുത്താൽ എനിക്ക് കിട്ടുക 6K മാത്രമാണ്. നേരെ മറിച്ച് 1 മില്യൺ കൂടി എക്സ്ട്രാ കൊടുത്താൽ എനിക്ക് 11K, ഓൾമോസ്റ്റ് ഡബിൾ ഇന്തോനേഷ്യ എനിക്ക് തരും. ഓക്കെ, 8 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയാണ് എല്ലാ കാർഡുകളും അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ കാർഡ് കണ്ടു, ഇത് കൊടുത്താൽ 10,000 കിട്ടുന്നു, അപ്പോൾ തന്നെ അങ്ങ് അപ്ഗ്രേഡ് ചെയ്യരുത്. അതുപോലെ തന്നെ എപ്പോഴും ഈ ഡെയിലി കോംബോക്ക് വേണ്ടി ഒരു 50 മില്യൺ നിങ്ങളുടെ ബാലൻസിലേക്ക് വെക്കുക. കാരണം ഒരു 50 മില്യണേയും കൊടുത്താൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം പോലും ഡെയിലി കോംബോ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. എല്ലാ ദിവസവും നമ്മൾ ഡെയിലി കോംബോയും ഡെയിലി സൈഫറും ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, അത് നോക്കുക. അതിനുശേഷം ഡെയിലി കോംബോയും ഡെയിലി സൈഫറും ഒരു ദിവസം പോലും മിസ്സാക്കാതെ ചെയ്യുക. ഇത്ര കാലം മിസ്സായത് നിങ്ങൾ വിട്ടേക്ക്, ഇനി ഒരിക്കലും മിസ്സാക്കരുത്. കാരണം അതും നമ്മളുടെ എയർ ഡ്രോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ, കുറഞ്ഞ കോയിൻസ് ചിലവിൽ കൂടുതൽ പ്രോഫിറ്റ് കൂട്ടുക. അപ്പോൾ നമുക്ക് എന്താ ഗുണം, കൂടുതൽ പ്രോഫിറ്റും ഉണ്ടാവും, കൂടുതൽ കോയിനും ഉണ്ടാവും. ഇമ്പോർട്ടൻസ് കോയിനല്ല, പ്രോഫിറ്റിനും ലെവലിനും. അതുപോലെ തന്നെ ഡെയിലി സൈഫറും ഡെയിലി കോംബോയും ഡെയിലി റിവാർഡും, ഈ 3 എണ്ണവും എത്ര പ്രാവശ്യം സ്ട്രീക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾക്കാണ്, 3 കാര്യങ്ങൾക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ലംബോർഗിനി മേടിക്കുക, അതുപോലെ തന്നെ NFT കാർഡ്സ് ബൈ ചെയ്യേണ്ട കാര്യമുണ്ട്. NFT കാർഡ്സ് ബൈ ചെയ്യണോ വേണ്ട എന്നുള്ള വീഡിയോ ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണേണ്ടവർക്കൊക്കെ അത് കാണാം. അങ്ങനെ ആൻസറിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ വെറുതെ ഒരു പ്രോഫിറ്റ് കൂട്ടിപ്പോവുക എന്നുള്ളത് ചെയ്യരുത്. അപ്പോൾ എൻ്റെ പോലെ തന്നെ സെയിം ആയിട്ട് കോയിൻസ് കിട്ടുന്ന ഒരാൾക്ക് എൻ്റെ അത്രയും പ്രോഫിറ്റും ഇത്രയും ബാലൻസ് ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളുടെ രണ്ടിൻ്റെയും സ്ട്രാറ്റജി വേറെ ആയിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ്. അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ചെയ്യുന്ന എന്ത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലും ഒരിക്കലും മറക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോഫിറ്റ് പെർ അവർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അത് കഴിഞ്ഞാൽ ഡെയിലി കോംബോ, ഡെയിലി സൈഫർ, ഡെയിലി റിവാർഡ്, ഈ 3 കാര്യങ്ങളും ഡെയിലി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3ലും ടിക്ക് വരുത്തുക. ഓക്കെ, ലെവൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ലോഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലോഡിലേക്ക് എത്തിക്കാൻ നോക്കുക. ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. ലിസ്റ്റിംഗ് ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം കിട്ടും. ആ സമയം കൊണ്ട് സേവ് ചെയ്ത് ലോഡിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ലോഡിലേക്ക് ഈസി ആയിട്ട് എത്താം എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഗൈഡായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. എങ്ങനെ ലോഡ് അടിക്കാം, ലോഡിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ഹാംസ്റ്റർകാർ തന്നെ ഹിഡൻ ആയിട്ടൊരു കാര്യം, ഹിഡൻ അല്ല പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ലോഡായേ പറ്റൂ എന്ന്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി അറിയിച്ചു കൊടുക്കുക. എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നമ്മളുടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.